നീലകണ്ഠനും ഇന്ദുചൂടൻ മുതൽ ജഗന്നാഥൻ വരെ ഒരു പിടി കഥാപാത്രങ്ങൾക്കൊപ്പം വെള്ളിത്തിരയിൽ ആടിത്തിമിർത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടസുന്ദരൻ. പാലക്കാടൻ ഗ്രാമഭംഗിയുടെ സുന്ദര ഫ്രെയിമുകൾ കിടന്ന് ആ മുറ്റത്തെത്തുമ്പോൾ അന്തരീക്ഷത്തിൽ ആ വാചകം മുഴങ്ങിയിരുന്നു. രാവിലെ ഇവിടെ എത്തിയപ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ട ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മഴത്തുള്ളികൾ കെട്ടിട സുന്ദരനെ ചുംബിച്ച് എവിടേക്കോ പോയി. മലയാളികൾ ഈ മന കാണുമ്പോൾ പറയുന്നത് മംഗലശ്ശേരി എന്ന പേരാണ്. ഒരു പിടി സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിലും ഈ മനയ്ക്ക് യോജിച്ച പേര് മംഗലശ്ശേരി എന്ന് തന്നെയാണ്. ദേവാസുരം എന്ന ഏറ്റവും വലിയ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് ഈ മന ഇത്രയധികം പ്രശസ്തമാവുന്നത്. അതിലെ പ്രധാന കഥാപാത്രമായ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായിട്ടാണ് ഈ മനയെ മലയാളികൾക്കിടയിൽ പരിചിതമാവുന്നത്. കേരളീയ വാസ്തുശില്പകലയുടെ മനോഹരമായ ഒരു സൃഷ്ടി കൂടിയാണ് ഈ മന. 300ഓളം തിരുവോണത്തിന് ഇലയിട്ട കഥ പറയാനുണ്ടാകും ഈ മനയ്ക്ക്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്ത് സാക്ഷാൽ പെരുന്തച്ഛനാണ് തറക്കല്ലിട്ടത് എന്ന് പറയപ്പെടുന്നു. ആയിരത്തി 1987 നെടുമുടി വേണുവിൻ്റെ കഥയ്ക്ക് മോഹൻ തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തീർത്ഥം. ഈ ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ച മലയാള ചിത്രം. കേരളീയ വാസ്തുശില്പവിധിയുടെ കവാടത്തിലൂടെ അകത്ത് കയറുമ്പോൾ തന്നെ വള്ളുവനാടിൻ്റെ പ്രശാന്തിയും രാജകീയ ഭാവവും നമുക്ക് അനുഭവിക്കാൻ കഴിയും. സിനിമകളിലൂടെ പ്രശസ്തമായ മനയുടെ മനോഹാരിത നേരിട്ട് കാണുവാനായി കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. സഞ്ചാരികൾ മാത്രമല്ല, വിവാഹ ഫോട്ടോഗ്രാഫിയുടെയും ലൊക്കേഷൻ കൂടിയാണ് വരിക്കാശ്ശേരി മന. ഒരിക്കൽ ലാലേട്ടൻ പറയുകയുണ്ടായി, ഈ വീടിൻ്റെ ഓരോ അണുവിനും എന്നെ അറിയാം. മുറ്റത്തിനും മരങ്ങൾക്കും അറിയാം, കുളത്തിനും അറിയാം, അതിലെ മീനുകൾക്കും അറിയാം, തൊടിയിലെ കാറ്റിനും അറിയാം. അതൊരു ഭാഗ്യമല്ലേ എന്ന്. മോഹൻലാൽ എന്ന മഹാനടന് ഈ മനയോട് പ്രത്യേക അടുപ്പമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏതാനും ഹിറ്റ് ചിത്രങ്ങളായ ആറാം തമ്പുരാൻ, നരസിംഹം, അലോ, ദേവാസുരം, രാവണപ്രഭു, ഉസ്താദ്, മാടമ്പി ഇവയെല്ലാം ലാലേട്ടൻ്റെതെന്ന് തോന്നുന്നതും എന്നാൽ അല്ലാത്തതുമായ വരിക്കാശ്ശേരി മനയിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ്. പാലക്കാട്ടെ പ്രമുഖ ബ്രാഹ്മണ കുടുംബങ്ങളിലൊന്നായ വരിക്കാശ്ശേരി കുടുംബത്തിൻ്റെ മഹത്തായ തറവാടാണ് ഈ മന. സുപ്രസിദ്ധമായ നമ്പൂതിരി കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നത്രേ വരിക്കാശ്ശേരി മനയിൽ ആദ്യ തലമുറക്കാരിൽ ചിലർ. കോഴിക്കോട് വാണിരുന്ന സാമൂതിരി രാജാക്കന്മാരുമായി അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു ഇവരുടെ കുടുംബം. ഊഷ്മളമായ ആ സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്കായി സാമൂതിരി ഇഷ്ടദാനമായി നൽകിയ ഏകദേശം 6 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വരിക്കാശ്ശേരി കുടുംബക്കാർ മന പണി കഴിപ്പിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലാണ് ഇതിൻ്റെ തുടക്കം. 1902 അത് പൂർത്തിയായതായി ചരിത്രം പറയുന്നു. രവി നമ്പൂതിരിപ്പാടായിരുന്നു അന്ന് വരിക്കാശ്ശേരി മനയുടെ മുഖ്യ കാരണവർ. അന്നത്തെ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാസ്തുശില്പ വിദ്യയുടെ മാതൃകയിലാണ് മന പ്രധാനമായും രൂപകൽപ്പന ചെയ്തത്. അതേസമയം അതിന് പാശ്ചാത്യ വാസ്തുശില്പ വിദ്യയുടെ സ്വാധീനം അല്പസ്വല്പം പ്രകടമായിരുന്നു. മനയുടെ രൂപരേഖ തയ്യാറാക്കിയ കൃഷ്ണൻ തമ്പുരാന്റെ താല്പര്യമാണ് അതിന് കാരണമായി പറയപ്പെടുന്നത്.
ശില്പി തമ്പുരാൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം അന്ന് മദ്രാസിലേക്ക് പോയി പാശ്ചാത്യ രീതിയിലുള്ള വാസ്തുശില്പവിദ്യയും മറ്റും അഭ്യസിച്ചിരുന്ന ആളായിരുന്നു. പ്രവേശന ടിക്കറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് സിനിമ ഷൂട്ടിംഗ് സമയത്ത് മനയിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. 300 വർഷം പഴക്കമുള്ള 6 ഏക്കറോളം സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളുള്ള 4 കെട്ട്, 2 പത്തായപ്പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാമാണ് മനയുടെ ആകർഷണങ്ങൾ.